നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ യാത്രകൾ നടത്താറുണ്ട്. മിക്കവാറും കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്തേക്കാണ്. ഇപ്പോൾ കേൾക്കുന്നത് സന്യാസിമാരുടെ നേതൃത്വത്തിൽ ഒരു യാത്ര നടത്തുന്നു. സാമൂഹ്യ പരിഷ്കരണമൊക്കെ പൂർത്തിയാക്കിയ നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു യാത്ര എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ കൗതുകത്തോടെ അല്ലേ അതിനെ നോക്കിക്കാണുക? എന്തായിരിക്കും അതിൻ്റെ ഒരു ഉദ്ദേശം? ശരിയാണ്. കേരളത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ധാരാളം യാത്രകൾ നടത്തിയിട്ടുണ്ട്. കാസർഗോഡും തിരുവനന്തപുരത്തും തിരിച്ചുമൊക്കെ തന്നെ യാത്രകൾ നടത്താറുണ്ട്. പക്ഷേ കേരളത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാർ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കണം. അത് രാഷ്ട്രീയക്കാരെ കൊണ്ട് സാധിക്കില്ല. രാഷ്ട്രീയക്കാർക്ക് ചില പരിമിതികളുണ്ട്. അവരുടെ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലുള്ള യാത്രകളാണ് അവർ നടത്തിയിട്ടുള്ളതെല്ലാം തന്നെ. പക്ഷേ കേരളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില വാക്കുകളുണ്ട്. കേരളത്തിൽ ഉപയോഗിച്ച് തേഞ്ഞ കുറേ വാക്കുകളുണ്ട്. നവോത്ഥാനം തുടങ്ങിയ വാക്കുകൾ, നവകേരളം, മതേതരത്വം തുടങ്ങി കുറേ വാക്കുകൾ കേരളത്തിലെ രാഷ്ട്രീയക്കാരെല്ലാം എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഈ വാക്കുകളുടെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നുള്ളതും അതൊരു കപടതയാണെന്നും പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ധർമ്മ സന്ദേശ യാത്ര എന്നാണ് അതിന് പറയുന്നത്. ആ പേരിൽ തന്നെ അതിനകത്തെല്ലാമുണ്ട്. കേരളത്തിൽ ഇന്ന് ഇല്ലാതായി പോകുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ധർമ്മമാണ്. അധാർമികത കൂടി വരുന്ന കേരള സമൂഹത്തിൽ അതിനെതിരെയുള്ളൊരു സൂചന നൽകുകയും ധർമ്മത്തിലേക്ക് കേരള സമൂഹത്തിനെ തിരിച്ചു കൊണ്ടുവരാനുമുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ നടത്തുന്ന യാത്രയാണ് ഈ ഒക്ടോബർ മാസം 7-ാം തീയതി കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് 21-ാം തീയതി അവസാനിക്കത്തക്ക രീതിയിലാണ് ഈ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക, ഈ സന്യാസി ശ്രേഷ്ഠന്മാർ ഹൈന്ദവ സന്യാസി ശ്രേഷ്ഠന്മാർ തന്നെയാണ്. ഈ ഭാരതത്തിലെ സന്യാസി സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കൂട്ടായ്മയുണ്ട്. അതായത് താങ്കൾക്കറിയാമോ? കൂട്ടായ്മ ഒരു വലിയ കൂട്ടായ്മയുണ്ട്. മാർഗദർശക് മണ്ഡലം എന്നാണ് അതിന് പറയുന്നത്. മാർഗദർശക് മണ്ഡലമാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രയാഗ്രാജിലൊക്കെ നടന്ന മഹാകുംഭമേള ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതൊക്കെ ഈ സന്യാസിമാരുടെ ഒരു പൊതു കൂട്ടായ്മയാണ്. ഇന്ത്യയിലെ എല്ലാ സന്യാസി സമൂഹത്തിൻ്റെയും പ്രതിനിധികൾ ഉൾപ്പെടുന്ന വലിയൊരു സംവിധാനമാണ്. കേരളത്തിൽ അത്രമാത്രം വലുതല്ല എങ്കിൽ പോലും ഉത്തരേന്ത്യയിലൊക്കെ ആയിരക്കണക്കിന് 10,000-കണക്കിന് സന്യാസിമാരാണ് ഈ മാർഗദർശക് മണ്ഡലത്തിലുള്ളത്. അതിൻ്റെ കേരള ഘടകമുണ്ട്. കേരളത്തിലും മാർഗദർശക് മണ്ഡലമുണ്ട്. ചിദാനന്ദപുരി സ്വാമി, കൊളത്തൂർ അദ്വൈതാശ്രമം കേരളത്തിലെ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ചിദാനന്ദപുരി സ്വാമികളാണ് കേരളത്തിലെ അതിൻ്റെ അധ്യക്ഷൻ. അതുപോലെ തന്നെ സത്സ്വരൂപാനന്ദ സ്വാമി എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ മാർഗദർശക മണ്ഡലത്തിൻ്റെ സംസ്ഥാനത്തെ സെക്രട്ടറി. ഇവരുടെ നേതൃത്വത്തിലാണ് ഈ ധർമ്മ സന്ദേശയാത്ര നടക്കുന്നത്. താങ്കളുടെ ചോദ്യം രാഷ്ട്രീയക്കാരെ ഉദ്ദേശിച്ചാണ് ചോദിച്ചത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാരൊന്നുമല്ല കേരളത്തിൽ നവോത്ഥാനം ഹൈന്ദവ സംബന്ധമായ വിഷയങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഹൈന്ദവമല്ല, കേരളത്തിൻ്റെ ചരിത്രം തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ നവോത്ഥാന പാതയിലേക്ക് നയിച്ചിട്ടുള്ള എല്ലാവരും തന്നെ ഹൈന്ദവ നേതാക്കന്മാരോ ഹൈന്ദവ സന്യാസി ശ്രേഷ്ഠന്മാരോ ആയിരുന്നു എന്ന് ചരിത്രം കാണിക്കും. ഏതും എടുത്തു നോക്കുക. നമ്മൾ ശ്രീനാരായണ ഗുരുദേവൻ അല്ലെ സദാനന്ദ സ്വാമികൾ 19-ാം നൂറ്റാണ്ടിൽ കൊട്ടാരക്കരയിൽ ഇപ്പോഴും ഉണ്ട് അദ്ദേഹത്തിൻ്റെ ആശ്രമം. സദാനന്ദ സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവന്, അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭന്, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, അയ്യ വൈകുണ്ഠസ്വാമികൾ, അയ്യത്താൻ ഗോപാലനെയൊക്കെ നമ്മൾ ഇപ്പോൾ ഓർക്കേണ്ടതുണ്ട്. കേരളത്തിലെ രാജാറാം മോഹൻ റോയ് എന്നാണ് അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചിരുന്നത്. അദ്ദേഹം കുടുംബം മുറിച്ചുകൊണ്ട് സമരം ചെയ്ത, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മതചിഹ്നങ്ങൾ പോലും ഒഴിവാക്കണമെന്ന് അക്കാലത്ത് നിർബന്ധം പിടിച്ച് സ്വന്തം കുടുംബം മുറിച്ചൊരു മഹാനായിരുന്നു ഈ അയ്യത്താൻ ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ തന്നെ ശുഭാനന്ദ ഗുരുദേവൻ തുടങ്ങിയ ധാരാളം വ്യക്തിത്വങ്ങളാണ് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ചില അനാചാരങ്ങളെ ഇല്ലാതാക്കിയത്. അത് ബാക്കി സെമറ്റിക് മതങ്ങളുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹിന്ദു മതം നിത്യ നൂതനമാണ്. എല്ലാ കാലത്തും പരിഷ്കാരങ്ങൾക്ക് വിധേയമാകുന്ന ഒരൊറ്റ തത്വശാസ്ത്രമേ ഈ ലോകത്തുള്ളൂ. അത് സനാതനധർമ്മമായിട്ടുള്ള ഹിന്ദുമതം തന്നെയാണ്. ഏതെങ്കിലുമൊക്കെ തെറ്റുകളും കുഴപ്പങ്ങളും ഒക്കെ എല്ലാ മതങ്ങളിലുമുണ്ട്. പക്ഷേ സെമറ്റിക് മതങ്ങളായ ക്രൈസ്തവ മതവും വലിയ 2 സെമറ്റിക് മതങ്ങളായ ക്രൈസ്തവ മതവും ഇസ്ലാമിക മതവും ഒന്നും അവർ നവീകരണത്തിൻ്റെ പാതയിലേക്ക് പോയിട്ടില്ല. ഏത് കാലത്താണോ ഖുറാൻ എഴുതിയിട്ടുള്ളത് ആ കാലത്തിൽ നിന്ന് അണുവിട വ്യത്യാസം വരുത്തിയിട്ടില്ല അവരുടെ ആരാധനാ രീതികൾക്കും ചിന്തകൾക്കും പാഠ്യപദ്ധതികൾക്കും ഒക്കെ തന്നെ. ഖുറാനും അതുപോലെ തന്നെയാണ് ഏകദേശം. പക്ഷേ ഹിന്ദു സംസ്കാരം അതല്ല. ഹിന്ദു മതത്തിൽ നിത്യനൂതനമാണ് എല്ലാ കാലത്തും. നമുക്കറിയാം സതി ഉൾപ്പെടെയുള്ള അനാചാരങ്ങൾ. ക്ഷേത്രങ്ങളിൽ, കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അവർണരായിട്ടുള്ള വ്യക്തികൾക്ക് പ്രവേശിക്കുക. അത് ആരുടെ നേതൃത്വമാണ്? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണോ? കേരളത്തിലെ കോൺഗ്രസ് ആണോ? ഒന്നുമല്ല. ഇവിടെ അതിനെതിരെ പോരാടിയ നിരവധിയായ വ്യക്തിത്വങ്ങളുണ്ട്, ഹൈന്ദവ നേതാക്കന്മാരുണ്ട്. അവരുടെയൊക്കെ പ്രക്ഷോഭത്തിൻ്റെയും അവരുടെയൊക്കെ പ്രോത്സാഹനത്തിൻ്റെയും ഫലമായിട്ടാണ് ക്ഷേത്രപ്രവേശന വിളംബരം പോലും കേരളത്തിൽ ഉണ്ടായത്. 1936 ആ കാലയളവിലാണല്ലോ. CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ രൂപം കൊണ്ട 1939 മാത്രമാണ്. അവർക്ക് അക്കാര്യത്തിലുള്ളൂ
യാതൊരു പങ്കും പറയാൻ സാധിക്കത്തില്ല. സമാന സ്വഭാവമാണ് കേരളത്തിലെ എല്ലാവിധമായ പരിഷ്കാരങ്ങൾക്കും ചുക്കാൻ പിടിച്ചത്. സ്ത്രീകൾക്ക് സ്ത്രീ സമത്വം ചട്ടമ്പിസ്വാമികളാണ് ആദ്യം കൊണ്ടുവന്നിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ ജാതി വ്യവസ്ഥയെ ഏറ്റവും കൂടുതൽ എതിർക്കുകയും അതിനെതിരെ തള്ളിപ്പറയുകയും ചെയ്ത മഹാത്മാവാണ് ശ്രീനാരായണ ഗുരുദേവൻ. അയ്യങ്കാളി പിന്നോക്ക വിഭാഗങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി എത്രയോ വില്ലുവണ്ടി ഉൾപ്പെടെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ വളരെ വലിയൊരു മഹാത്മാവായിരുന്നു മഹാത്മാ അയ്യങ്കാളി. അന്നേരം കേരളത്തിലെ രാഷ്ട്രീയക്കാരൊന്നുമല്ല കേരളത്തിലെ നവോത്ഥാനം സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ നവോത്ഥാനങ്ങളെ എതിർക്കാനും ഈ കള്ളത്തരവും പൊള്ളത്തരവുമാണെന്ന് മനസ്സിലാക്കുന്ന ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു നവോത്ഥാനം അതിലുണ്ടാക്കി. ആരാ ഉണ്ടാക്കിയത്? CPMൻ്റെ നേതൃത്വത്തിലാണ് നവോത്ഥാനം അതിലുണ്ടാക്കിയത്. ഇവർക്ക് തരിമ്പും ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തിനോട് ഏതെങ്കിലും തരത്തിലുള്ള കൂറുണ്ടായിരുന്നുവെങ്കിൽ ആ നവോത്ഥാനം അതിൽ തട്ടമിട്ട് നിന്നിരുന്ന മുസ്ലിം പെൺകുട്ടികളുണ്ട്, ആയിരക്കണക്കിന് പെൺകുട്ടികളുണ്ട്. അവർക്ക് അവരുടെ മതത്തിലുള്ള സമത്വം, ലിംഗസമത്വം നേടിക്കൊടുക്കാൻ എന്തുകൊണ്ടാണ് കേരളത്തിലെ CPMനും ഇടതുപക്ഷത്തിനും സാധിക്കാതെ വരുന്നത്? തട്ടമിട്ടൊന്നുമല്ല, മൊത്തം മൂടിപ്പൊതിഞ്ഞിരിക്കുന്ന പെൺകുട്ടികൾ. സ്വന്തം മതത്തിൽ സ്വാതന്ത്ര്യമില്ല. അവർക്ക് അവരുടെ പള്ളിയിൽ പുരുഷന്മാരോടൊപ്പം പ്രാർത്ഥിക്കാനുള്ള അവകാശമുണ്ടോ? ഇല്ല. ഒരു വേദിയിൽ പങ്കെടുക്കാൻ അവസരമില്ല. സ്വന്തം വാപ്പയോ ഭർത്താവോ മരിച്ചാൽ ആ സംസ്കാര പള്ളി പറ്റില്ല. അതെ. SFIയുടെ പോലും സമ്മേളനങ്ങൾ ഈ അടുത്ത സമയത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫ്കോൺ എന്നും പറഞ്ഞ പ്രൊഫഷണലായ വിദ്യാർത്ഥികളുടെ സംഗമം നടത്തി. ഈ 21ാം നൂറ്റാണ്ടിലാണ് കഴിഞ്ഞ മാസം ഈ കേരളത്തിൽ ഇടതുപക്ഷം നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന കൊച്ചി സംസ്ഥാനമായ കേരളത്തിലെ കൊച്ചി സർവകലാശാലയിൽ നടത്തിയ പ്രൊഫഷണലുകളുടെ ആ മീറ്റിങ്ങിൽ ആൺകുട്ടികളും പെൺകുട്ടികളും വെവ്വേറെ ഇരിക്കുന്ന കാഴ്ച കണ്ടു. SFI പ്രതികരിച്ചു? അതിനെതിരെ പ്രതികരിച്ചില്ല. SFIക്ക് പ്രതികരിക്കാൻ സാധിക്കില്ല. കാരണം അവരൊക്കെ ഇരട്ടത്താപ്പിന്റെ ഉസ്താദുമാരാണ്. നമുക്കറിയാമല്ലോ, കാന്തപുരം കുറെ കാലിന് മുമ്പ് ഒരു കൊച്ചു പെൺകുട്ടി, കാന്തപുരമാണെന്ന് ഒരു കൊച്ചു പെൺകുട്ടി, ഏതോ ഒരു മത നേതാവ്, ഒരു കൊച്ചു പെൺകുട്ടി ഒരു സമ്മാനം മേടിക്കാൻ വന്നപ്പോൾ വേദിയിലേക്ക് വന്നപ്പോൾ ഇവിടെ വരരുതെന്ന് ആജ്ഞാപിക്കുന്നത് നമ്മൾ കണ്ടു. ഈ അവസ്ഥയാണ്. അന്നേരം നവോത്ഥാനം ഇസ്ലാം മതത്തിൽ ഇല്ല. അത് CPM ശ്രമിക്കണം. ഈ ഇസ്ലാം മതത്തിൽ കൂടെ നവോത്ഥാനം കൊണ്ടുവരാൻ ഈ ഇടതുപക്ഷവും CPMും ശ്രമിക്കുകയാണെങ്കിൽ ശരിയാണ്. പക്ഷേ ഹിന്ദു മതത്തിൽ രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ ഇല്ലാതെ തന്നെ നവോത്ഥാനം കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ള നേതാക്കന്മാരാണ്, ആധ്യാത്മിക നേതാക്കന്മാർ തന്നെയാണ്. ഇപ്പോൾ കേരളത്തിലെ ചില പ്രശ്നങ്ങളുണ്ട്. അത് പൊതുസമൂഹത്തിൽ തുറന്നു കാട്ടുക എന്നുള്ളതാണ് ഈ ധർമ്മസന്ദേശയാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മൾ നോക്കുക, കുടുംബ ബന്ധങ്ങൾ വളരെ മോശമായ ഒരു കാലഘട്ടമാണ്. അത് ഹിന്ദുവിൻ്റെ കുടുംബമെന്നോ ക്രൈസ്തവൻ്റെ കുടുംബമെന്നോ മുസ്ലിമിൻ്റെ കുടുംബമെന്നോ ഇല്ല. എന്തുകൊണ്ടാണ്? ധാർമ്മികമായ കുടുംബസങ്കല്പം നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതായി മാറി. അതിൻ്റെ കാരണക്കാരാരാണ്? ഇവിടുത്തെ ഇടതുപക്ഷം തന്നെയാണ്. ഇവിടുത്തെ SFI കുട്ടികളും DYFIക്കാരുമാണ്. യോനി കവാടം, ചുംബന സമരം, ഇങ്ങനെയൊക്കെയുള്ള ധാർമ്മികതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള സംഭവങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ ശക്തികൾ. ഇതൊക്കെ തന്നെയാണ് പല രീതിയിലും കുടുംബങ്ങളെ സ്വാധീനിക്കുകയാണ്. ഇത് പൊതുസമൂഹത്തിന് കാട്ടിക്കൊടുക്കണം. മയക്കുമരുന്നിൻ്റെ ദുരുപയോഗം വളരെ ഒരു വലിയ വൈറസായി മാറിയിരിക്കുകയാണ്. നമ്മുടെ തലമുറ ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേരള സമൂഹത്തിൽ ആധ്യാത്മികതയിലൂടെ ഒരു നവകേരളം സൃഷ്ടിക്കപ്പെടണം. അതിൽ കൂടെ ഈ സനാതന ധർമ്മത്തിൽ ഒരു പരിവർത്തനം ഈ കാലയളവിലെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടുണ്ടാകണം. ഈ ലക്ഷ്യങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് കേരളത്തിലെ സന്യാസ ശ്രേഷ്ഠന്മാർ തെരുവിലേക്ക് ഇറങ്ങാൻ നിർബന്ധിതരായി മാറിയിരിക്കുന്നത്. വേറെ ഒരു ഘടകവും അതിനില്ല. ആധ്യാത്മികതയിൽ കൂടെയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ്. ശരിക്കും കേരളത്തിൽ ഇപ്പോൾ ജീർണിച്ചുകൊണ്ടിരിക്കുന്ന പല വ്യവസ്ഥിതികളെയും തുറന്നു കാണിക്കാനിലൂടെ പറ്റും. തുറന്നു കാണിക്കുക. തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. ഹിന്ദു മതം ഒരു സെമിറ്റിക് മതമല്ല. ബാക്കി രണ്ട് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മത നേതാക്കന്മാർ പറയുന്നതിനെയൊക്കെ വേദവാക്യമായിട്ട് എടുക്കും. പക്ഷേ ഹിന്ദു മതത്തിന് അപ്രകാരം ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു നേതാവില്ല, ഒരാൾ ആജ്ഞാപിക്കാനില്ല. പക്ഷേ അത്തരത്തിലുള്ള ആജ്ഞാപിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ഒരു നേതൃത്വം കേരളത്തിൽ ഉയർന്നു വരണം എന്നുള്ള കാഴ്ചപ്പാട് കൊണ്ട് തന്നെയാണ് ഈ മാർഗദർശക് മണ്ഡലത്തിൻ്റെ കീഴിൽ നിയന്ത്രണത്തിൽ സന്യാസി ശ്രേഷ്ഠന്മാർ മാത്രമാണ് ആ ചടങ്ങുകൾക്കെല്ലാം നേതൃത്വം കൊടുക്കുകയും ആ ചടങ്ങിന് ചുക്കാൻ പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന കേരളം ഇതുവരെ കണ്ടിട്ടില്ല. അപ്രകാരം സന്യാസി ശ്രേഷ്ഠന്മാർ ഈ തെരുവിലേക്ക് ഇറങ്ങി പൊതുസമൂഹത്തിനെ ബോധവൽക്കരിക്കുന്ന ഒരു കാഴ്ച ചരിത്രത്തിൽ ആദ്യമായി കാണാൻ പോവുകയാണ്. അതാണ് ധർമ്മ സന്ദേശയാത്ര. പക്ഷെ പലരെ അസ്വസ്ഥമാക്കില്ല. തീർച്ചയായിട്ടും. ആരെയാണ് അസ്വസ്ഥമാക്കുന്നത്? കേരളത്തിലെ കപട മതേതരവാദികൾ അല്ലെ വോട്ട് രാഷ്ട്രീയത്തിൻ്റെ പിറകെ പോകുന്ന ആൾക്കാരെ ഇത് അസ്വസ്ഥമാക്കും. തീർച്ചയായിട്ടും. ഇതേതായാലും ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ള എന്തോ ശ്രമമാണെന്ന് ഇവരൊക്കെ ധരിച്ചു പോയാൽ അവരെ തെറ്റു പറയാൻ സാധിക്കില്ല. കാരണം അവരുടെ കണ്ണിൽ കൂടെ കാണുമ്പോൾ അങ്ങനെ അവർ കാണത്തുള്ളൂ.
ആ കാഴ്ചയ്ക്ക് തെറ്റ് പറയാൻ സാധിക്കില്ല. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇന്നത്തെയുള്ള ജീർണത, ആ ജീർണതയെ തുറന്നു കാണിച്ചുകൊണ്ട് ധാർമ്മികമായ രീതിയിൽ ആ ജീർണതയ്ക്ക് പരിഹാരമുണ്ടാക്കാനും പൊതുസമൂഹത്തിനെ ബോധവൽക്കരിക്കാനുമുള്ള ഒരു ശ്രമമായിട്ട് മാത്രമേ ധർമ്മസന്ദേശയാത്രയെ കാണാൻ സാധിക്കുള്ളൂ. അത് രാഷ്ട്രീയമൊന്നുമില്ല. കുറേ കാലത്തിന് മുമ്പ് തന്നെ തീരുമാനിച്ചതാണ് ഈ പരിപാടി. ഇപ്പോൾ തുടങ്ങുന്നു. ശ്രീനാരായണ ഗുരുദേവന് സ്ഥാപിച്ച കുദ്രോളിയിലെ ഒരു ക്ഷേത്രമുണ്ട്, മംഗലാപുരം. ആ കുദ്രോളിയിലെ ക്ഷേത്രത്തിൽ നിന്ന് കൊളുത്തുന്ന ദീപം ആണ് കേരളത്തിൽ അങ്ങോളവുമുള്ള ഈ യാത്രയ്ക്ക് ഉപയോഗിക്കുന്നത്. എന്തായാലും യാത്ര നടക്കട്ടെ. വലിയ മാറ്റങ്ങൾ നമുക്ക് കാത്തിരുന്നതാണ്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.